Hi students, I am Srija. IGNOU യൂണിവേഴ്സിറ്റിയുടെ എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR MCO 24-ലെ 9th ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 9th യൂണിറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ CSR എങ്ങനെയായിരുന്നു, എങ്ങനെ വന്നു, എന്തൊക്കെയാണ് അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. മെയിനായിട്ടും 2-3 ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എവല്യൂഷൻ ഓഫ് CSR ഇൻ ഇന്ത്യയിൽ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ എവല്യൂഷൻ എങ്ങനെയാണ്, അത് ഫോം ചെയ്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത് എന്നുള്ളതിൻ്റെ എവല്യൂഷനോ, അതുപോലെ തന്നെ മോഡൽസ് ഓഫ് CSR ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യയിൽ ഏതൊക്കെ CSR മോഡൽസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് ട്രെൻഡ്സ്, ഇപ്പോഴത്തെ ട്രെൻഡ്സ് CSR ഇൻ ഇന്ത്യയിലെ CSRൻ്റെ കറണ്ട് ട്രെൻഡ്സ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് ട്രെൻഡ്സ്, ഇങ്ങനെ 2-3 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 9-ൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ CSRൻ്റെ എവല്യൂഷനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ ഹാസ് എ ലോങ് ട്രഡീഷൻ ഓഫ് ഫിലാന്ത്രോഫി സിൻസ് ആൻഷ്യൻ ടൈംസ് എന്ന് പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കൊരു പാരമ്പര്യം, നമ്മുടേതായിട്ടുള്ള ഒരു പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലം തുടങ്ങിയിട്ടേ നമ്മൾ ഈ CSRന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫിലാന്ത്രോഫി എന്നുള്ള ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. എന്താണ് ഫിലാന്ത്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസയർ ടു പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് പ്രൊമോട്ട് ചെയ്യാതെ കൊടുക്കാനുള്ള ഒരു ആഗ്രഹം, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യാനോ കൊടുക്കാനോ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനോ ഒക്കെയുള്ള ഒരു ഡിസയറിനെയാണ് ഫിലാന്ത്രോഫി എന്ന് പറയാം. ദ ഡിസയർ ടു പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് അതേഴ്സ് എക്സ്പ്രസ്ഡ് എസ്പെഷ്യലി ബൈ ദി ജനറസ് ഡൊണേഷൻ ഓഫ് മണി ടു ഗുഡ് കോസസ്, പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടോ ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ ദാനം ചെയ്യുന്നതിനെയാണ് ഫിലാന്ത്രോഫി എന്ന് പറയുക. അപ്പം നമ്മുടെ ട്രഡീഷനിൽ പണ്ട് തുടങ്ങിയിട്ടേ നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ ഈ ഇങ്ങനെയുള്ള ഒരു CSRന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. നമ്മുടെ റിലീജിയനിലും ഇതിന് മെയിനായിട്ടും ഊന്നി പറയുന്നുണ്ട്. നമ്മുടെ ഓരോ മതത്തിലും നമ്മുടെ കൾച്ചറിലും ഈ CSRനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അതിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എടുത്തു പറയുന്നുണ്ട്. മർച്ചൻസ് ആൾസോ used to help the society. ഇൻഡസ്ട്രിയൽ പീരീഡിന് മുന്നേ പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിലുള്ള മെർച്ചൻസ് എല്ലാം ആൾറെഡി നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഹെൽപ്പ് പൈസയായിട്ടും മറ്റ് ദാനധർമ്മങ്ങളായിട്ടും ഒക്കെ അവർ ചെയ്യാറുണ്ട്, മെർച്ചൻസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നീട് ഗാന്ധിയൻ ട്രസ്റ്റിഷിപ്പ് എന്നൊരാശയം ഗാന്ധിജി കൊണ്ടുവന്നു. അതിൽ പറയുന്നത് ട്രസ്റ്റ് ഫോം ചെയ്യാണ്. നമ്മുടെ സൊസൈറ്റിക്ക് നന്മയെ കരുതിയിട്ടുള്ള ഓരോ ട്രസ്റ്റുകൾ ഫോം ചെയ്യുന്നു. പൈസ കളക്ട് ചെയ്ത് ട്രസ്റ്റുകൾ സ്വരൂപിക്കുന്ന പൈസ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുക, എക്കണോമിക് ഡെവലപ്മെൻറ്റിനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടി ഈ ട്രസ്റ്റുകൾ അവർ കളക്ട് ചെയ്യുന്ന ഈ പൈസ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു ആശയം. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പബ്ലിക് സെക്ടറുകൾ വന്നു, ഒരുപാട് പബ്ലിക് സെക്ടറുകൾ, ഇൻഡസ്ട്രീസ് ഒരുപാട് വന്നു. അവരും ഈ പറയുന്ന ലോങ് ടേം ആയിട്ട് നിലനിൽക്കണമെങ്കിലുള്ള അവരുടെ ഡെവലപ്മെൻറ്റിനുള്ള കീ ഡ്രൈവർ ഫോർ ഡെവലപ്മെൻ്റ് ആയിട്ട് അവർ പറയുന്നത് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സർവീസ് ടു സൊസൈറ്റി ആണ് അവരും പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി CSR പ്രോഗ്രാമിൻ്റെ ഭാഗമായി ബിൽഡിംഗ് സ്കൂൾസ്, ഹോസ്പിറ്റലുകൾ, എംപവറിങ് റൂറൽ യൂത്ത് ബൈ പ്രൊവൈഡിങ് വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ കൊടുത്തു. അതുപോലെ കുറേയധികം സ്കൂളുകൾ, ഹോസ്പിറ്റലുകളൊക്കെ പണിതു. ഓർഗനൈസിങ് ഹെൽത്ത് ക്യാമ്പുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു CSRൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്രയും
ഇത്രയൊക്കെയാണ് ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് CSR ഇൻ ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി, CSRൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുന്നത് 4 ഫേസസ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യയിലുള്ള CSRൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് 4 ഫേസസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് ഫേസസ് ഇൻഡിപെൻഡൻസിന് മുന്നേ തുടങ്ങും. അങ്ങനെ ഇൻഡിപെൻഡൻസിന് മുന്നേ തുടങ്ങി ഇപ്പോൾ പ്രസൻറ്റ് ഫേസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് വരയ്ക്കും ഉള്ള ഒരു 4 ഫേസസ് ആയിട്ടാണ് നമ്മൾ ഈ CSR ഹിസ്റ്ററി, ഇന്ത്യയിലുള്ള CSRൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് 4 ഫേസസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് ഫേസ് എന്താണെന്ന് നോക്കാം. ദി ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് CSR ഇൻ ഇന്ത്യയിൽ പറയുന്നത്, അതിൽ തുടക്കത്തിൽ പറയുന്നത് എന്താ, മെൻഷൻ ചെയ്യുന്നത് എന്താ പറയുക, വേദിക് പീരീഡ് തുടങ്ങിയിട്ട്, അതായത് ഋഗ്വേദത്തിൽ വേദകാലങ്ങൾ തുടങ്ങിയിട്ട് CSRൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ CSR ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യണുണ്ടായിരുന്നു എന്നുള്ളതാണ്. വേദിക് പീരീഡ് തുടങ്ങി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഋഗ്വേദത്തിൽ മെയിനായിട്ടും വേദവേദത്തിലാണ്, ഋഗ്വേദത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അബൌട്ട് ഷെയറിങ് ഓഫ് വെൽത്ത് ബൈ റിച്ച് വിത്ത് ദി പുവർ. പണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ വെൽത്ത് ഷെയർ ചെയ്യണം വിത്ത് ദി പുവർ, പാവപ്പെട്ട ആളുകളുമായിട്ട് അവരുടെ വെൽത്ത് റിച്ച് പേഴ്സൺ ഷെയർ ചെയ്യണം എന്നുള്ളത് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ആൻഷ്യൻ്റ് ടെക്സ്റ്റുകളിലേക്ക് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. മനുസ്മൃതിയിൽ എന്താ പറയുന്നത്, ടാസ്ക്സ് ഓഫ് ദി നേച്ചർ ഓഫ് ബിസിനസ് ഡൺ വിത്ത് ഷുഡ് ബി ഫോർ ദി ഗുഡ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ഫോർ ദി ഗുഡ് ഓഫ് ദി ബിസിനസ് ഇൻ ദി ലോങ് റൺ. കുറേ ലോങ് റൺ ആയിട്ട് നിൽക്കണമെങ്കിൽ ഓരോ ബിസിനസ്സും എന്ത് ചെയ്യണം, സൊസൈറ്റീൻ്റെ നന്മയെ കരുതി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനുസ്മൃതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ആൾസോ ഇൻസ്ട്രക്ട്സ് ദി മീൻസ് ഓഫ് വെൽത്ത് ദാറ്റ് ഈസ് അക്യൂർഡ് ഷുഡ് ബി ഇൻ ദി ലൈൻ വിത്ത് ദി പ്രിൻസിപ്പിൾ ഓഫ് ധർമ്മ. വെൽത്ത് ഉണ്ടാക്കുന്നത് ഏത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം, ധർമ്മ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ വെൽത്ത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എൻ്റെ തുടക്കത്തിലായിട്ട് ഈ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഫേസസ്, ഡെവലപ്മെൻറ്റ് ഫേസസ് ഓരോന്നായിട്ട് നമ്മൾക്ക് നോക്കാം. 4 ഫേസസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ പറയുന്നത് CSR ഡ്രിവൺ ബൈ ചാരിറ്റി ആൻഡ് ഫിലാന്ത്രോഫി. എന്താണ് ഫേസ് 1ൽ എന്താ പറയുന്നത്, CSR ഡ്രിവൺ ബൈ ചാരിറ്റി ആൻഡ് ഫിലാന്ത്രോഫി. അതായത് എന്താണ് CSRനെ നയിക്കുന്നത്, ഡ്രിവൺ ചെയ്യുന്നത് എന്താണ്, ചാരിറ്റിയും ഫിലാന്ത്രോഫിയാണ് CSRനെ നയിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ CSRനെ ഡ്രിവൺ ചെയ്തത് എന്താണ്, ചാരിറ്റി ആൻഡ് ഫിലാന്ത്രോഫി. ദിസ് ഫേസ് ഈസ് ഫ്രം 1850 to 1914 വരെയാണ് ഈ ഒരു ഫേസ് നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്രീഡം കിട്ടുന്നതിന്, സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള ഒരു ഫേസാണിത്. അപ്പോൾ എന്താണ്, 1850 തുടങ്ങി 1914 വരെയാണ് ഈ ഫേസ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫേസിൽ ഇനീഷ്യൽ ഫേസാണിത്. ഈ ഫേസിൽ CSR ഡ്രിവൺ ബൈ കൾച്ചർ, ട്രഡീഷൻ, ഫാമിലി വാല്യൂസ്, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് റിലീജിയൻ. നമ്മുടെ കൾച്ചറും നമ്മുടെ പാരമ്പര്യം, അതുപോലെ തന്നെ ഫാമിലി മൂല്യങ്ങൾ, ഇൻഡസ്ട്രി, വ്യവസായവൽക്കരണം ആൻഡ് റിലീജിയൻ, മതങ്ങളൊക്കെയാണ് CSRനെ നയിച്ച കാര്യങ്ങൾ. ഇതൊക്കെയാണ് റിലീജിയസ് ഒബ്ലിഗേഷൻസ് ആൻഡ് ട്രഡീഷൻ ബേസ്ഡ് ഓൺ ചാരിറ്റി ആൻഡ് ഫിലാന്ത്രോഫി. റിലീജിയസ് ആയിട്ടുള്ള ചില ഒബ്ലിഗേഷൻ, കടമകൾ ഉണ്ടായിരിക്കാം. നമ്മുടേതായിട്ടുള്ള ട്രഡീഷൻ, പാരമ്പര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, ചാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ചാരിറ്റി ആൻഡ് ഫിലാന്ത്രോഫി, അതായത് മറ്റുള്ളവരുടെ ക്ഷേമം. ഫിലാന്ത്രോഫി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫിലാന്ത്രോഫി എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്, ദി ഡിസയർ ടു പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ക്ഷേമത്തെ കാണുക, അതിന് മുൻതൂക്കം കൊടുക്കുക. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളത് ഓരോ മതത്തിലും നമ്മളുടെ ട്രഡീഷനിലും എടുത്ത് പറയുന്നുണ്ട്.
അതിന് പല പേരുകളിൽ പറയുന്നുണ്ട്. ധൻ, സേവ, സക്കാത്ത്, അങ്ങനെ ഓരോ മതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ മണി പ്രൊവൈഡ് ചെയ്യണം, കൊടുത്തിരിക്കണം, അത് ദാനധർമ്മങ്ങൾ ചെയ്തിരിക്കണം. നമ്മൾക്ക് വളരെയധികം ആവശ്യമുള്ള സംഭവങ്ങളാണെങ്കിലും സ്വത്തും പണവും സ്വർണവും പൈസയും വസ്ത്രങ്ങളും അങ്ങനെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മുടെ ഓരോ മതത്തിലും നമ്മളെ പാരമ്പര്യത്തിലും ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. അത് ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ഫസ്റ്റ് ഫേസിൽ മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ ഹ്യൂജ് ഡൊണേഷൻസ് ഒക്കെ ടെമ്പിൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഡൊണേഷൻസ് ആദ്യം മർച്ചൻസും അതുപോലെ ഓരോ ബിസിനസ്സുകാരും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതിൽ ഫസ്റ്റ് ഫേസിൽ പറയുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ 19th സെഞ്ച്വറീൻ്റെ തുടക്കത്തിലാണ് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്നത്. അപ്പോൾ കുറേ പഴയ മെർച്ചൻസിൻ്റെയൊക്കെ സ്ഥാനം മാറി പുതിയ പുതിയ കുറച്ച് ബിസിനസ്സുകൾ ഇൻഡസ്ട്രീസ് ഫോം ചെയ്യാണ്. ഏതൊക്കെയാണ് പുതിയ ഇൻഡസ്ട്രി 19th സെഞ്ച്വറീൻ്റെ തുടക്കത്തിലൊക്കെ വന്നിട്ടുള്ള ഇൻഡസ്ട്രീസ് ബിസിനസ്സുകൾ ഏതൊക്കെയാണ്? ടാറ്റ, ബിർള, ഗോദ്രേജ്, അതുപോലെ ശ്രീറാം, എന്താണ് സിംഗാനിയ, ലാൽബായി, സാരാഭായി, മഹീന്ദ്ര, മോദി, ബജാജ്, എൻ്റെ അന്നാമാലി, അങ്ങനെ കുറേയധികം ബിസിനസ്സുകൾ അതിലുണ്ട്. വായിക്കുക, ഫസ്റ്റ് ഫേസിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ബിസിനസ്സുകൾ വന്നു. അവരുടെ കൺസെപ്റ്റ് ഇതൊക്കെ തന്നെയാണ്. കുറേ കാലം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സൊസൈറ്റിയെ കൺസിഡർ ചെയ്യണം, സൊസൈറ്റിക്ക് CSR ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം എന്നുള്ളത് ഈ ഓരോ ബിസിനസ്സുകാർക്കും മനസ്സിലായ കാര്യമാണ്. അവർ ഓരോരുത്തരും അതിനുവേണ്ടി സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ടെമ്പിളുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഇവരുടെയൊക്കെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് ഫസ്റ്റ് ഫേസിൽ എടുത്ത് പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫേസ്, ഫേസ് 2-ല് ഫേസ് 2-ല് പറയുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ് ഫേസ് 2? ഫേസ് 2-ല് പറയുന്നത് CSR ഡ്രിവൺ ബൈ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. CSR ഡ്രിവൺ ബൈ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നയിക്കുന്ന ഒരു ഡ്രിവൺ ചെയ്യുന്ന CSR-നെ പറ്റിയിട്ടാണ്. ഫേസ് 2 ആകുമ്പോഴത്തേക്കും CSR അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ഫേസ് എപ്പോൾ തുടങ്ങിയപ്പോൾ വരെയാണെന്ന് നോക്കാം. ഏതാണ്? സെക്കൻഡ് ഫേസ് CSR in India is from 1914 to 1960 വരെയാണ്. അതായത് 1914 തുടങ്ങി 1960 വരെയാണ് ഈ ഒരു സെക്കൻഡ് ഫേസ് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ പീരീഡിലാണ് നമ്മൾക്ക് ഫ്രീഡത്തിന് വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസാണ് ഈ സെക്കൻഡ് ഫേസ്. ദിസ് പീരീഡ് വാസ് ഡോമിനേറ്റഡ് ബൈ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് അതിൽ പറയുന്നുണ്ട്. നോക്കാം. CSR ഡ്യൂറിങ് ദിസ് പീരീഡ് വാസ് greatly influenced by Gandhiji's theory of trusteeship. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് ഗാന്ധിജി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഗാന്ധിജീൻ്റെ ഒരു ആശയം എന്താണ്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഇതിൽ മെയിനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റിഷിപ്പ് എന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് ഫാമിലി ബിസിനസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ഫോർ ബിൽഡിംഗ് സ്കൂൾ, കോളേജ്, സയൻറ്റിഫിക് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി, സ്കൂളുകളും കോളേജുകളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ തുടങ്ങാൻ വേണ്ടി ട്രസ്റ്റുകൾ ഫോം ചെയ്യാനായിട്ട് ഗാന്ധിജി പറയാണ്. അപ്പോൾ ആ ട്രസ്റ്റുകളിൽ പൈസ കളക്ട് ചെയ്യാം. ഈ പൈസ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റിഷിപ്പ്, പല ട്രസ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുകയുണ്ടായി. കുറേയധികം ട്രസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജി വേറെ കുറേ ആശയങ്ങളും, ട്രസ്റ്റിഷിപ്പ് മാത്രമല്ല മറ്റു കുറച്ച് ആശയങ്ങളും ഈ ഒരു സെക്കൻഡ് ഫേസിൽ പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? അൺടച്ചബിലിറ്റി, വുമൻസ് എംപവർമെൻറ്റ് ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അന്നത്തെ കാലത്ത് കുറേ ദുരാചാരങ്ങളൊക്കെ, അൺടച്ചബിലിറ്റി പോലെയുള്ള കുറേ മോശമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നിലനിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അത് ഒഴിവാക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരണം, മുന്നോട്ട് വരണം എന്നുള്ള സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പൊളിറ്റിക്കൽ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ഈ ഒരു ഫേസിൽ തന്നെ CSRന് വേണ്ടി ഇത്രയധികം കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് റൂളിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എന്തുകൂടി ചെയ്തു, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മളിങ്ങനെയുള്ള ട്രസ്റ്റിഷിപ്പ് എന്ന ആശയവും അതുപോലെ ഗാന്ധിയൻ ആദർശങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് CSR ഈ ഒരു ഫേസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഫേസ് 2 പറയുന്നത്. ഫേസ് 3 ആണ്. ഫേസ് 3 പറയുന്നത് എന്താന്ന് നോക്കാം. CSR ഇൻ ദി മിക്സഡ് എക്കണോമി. ഫേസ് 3 എന്താ പറയുന്നത്? CSR ഇൻ ദി മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമിയിലുള്ള CSR. അതായത് ഈ ഒരു സ്റ്റേജ് തേർഡ് ഫേസ് എപ്പോഴാണ്, ഇപ്പോൾ തുടങ്ങിയപ്പോൾ വരെയാണെന്ന് നോക്കാം. 1960 to 1980. അപ്പോൾ നമ്മൾക്ക് ഫ്രീഡം കിട്ടി. നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഫേസ് ആണിത്. ഈ ഒരു ഫേസിൽ എന്താണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് സംഭവിച്ചു ഇന്ത്യയിൽ? ദി റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ്ഡ് ഗ്രേറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്റ്റേറ്റിൻ്റെ റോള് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. This phase was characterized by emergence of several public enterprises. അതാണ് ഇതിൽ മെയിനായിട്ട് തേർഡ് ഫേസിൽ മെയിനായിട്ട് എടുത്തു പറയുന്നത് എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വന്നു. കുറേയധികം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSUs, കുറേയധികം പബ്ലിക് എന്റർപ്രൈസസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. സെവറൽ ലെജിസ്ലേഷൻസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, ലേബർ ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. കുറേയധികം ലെജിസ്ലേഷൻസും വന്നു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വന്നു. അതോടൊപ്പം കുറേയധികം ലെജിസ്ലേഷൻസും കുറേ നിയമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. കുറേ നിയമങ്ങൾ ലെജിസ്ലേഷൻസൊക്കെ വന്നു. അതുപോലെ തന്നെ ഹെവി റെഗുലേഷൻസ് ആൻഡ് ലൈസൻസ് രാജ് റീപ്ലേസ് ചെയ്തു. ലൈസൻസ് രാജ് അതുപോലെ കുറേയധികം റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അതുപോലെ സെൽഫ് റെഗുലേറ്ററി ആക്ടിവിറ്റീസ് ഒക്കെ ഫോമായി. The state failed to eradicate poverty and support economic development. അപ്പോൾ ഇതിൽ പോവർട്ടി ഇറാഡിക്കേഷൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും ഒക്കെ ആയിട്ട് സ്റ്റേറ്റ് ഫെയിൽ ആകുകയാണ്. അങ്ങനെയുള്ള സമയത്ത് പ്രൈവറ്റ് സെക്ടറുകൾ നമ്മൾ മാറ്റി പബ്ലിക് സെക്ടറുകൾ വന്നു. അപ്പോൾ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിൻ്റെ റോള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്? CSRന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഈ ഒരു കുറേ ലെജിസ്ലേഷൻസിലൂടെ പബ്ലിക് സെക്ടറിലൂടെയൊക്കെ പ്രൈവറ്റ് സെക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്? മെയിനായിട്ടും പബ്ലിക് സെക്ടറിലൂടെയൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റിന് വേണ്ടി CSR ആക്ടിവിറ്റീസ് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിക്സഡ് എക്കണോമി ആയിരുന്നു. മിക്സഡ് എക്കണോമിയിലുള്ള CSRനെ പറ്റിയിട്ടാണ് ഈ ഒരു തേർഡ് ഫേസിൽ പറയുന്നത്. ഇനി ഫോർത്ത് ഫേസ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് ഫേസിൽ എന്താ പറയുന്നത്? ഇന്റർഫേസ് ബിറ്റ്വീൻ ഫിലാന്ത്രോഫിക് ആൻഡ് ബിസിനസ് അപ്രോച്ചസ്. ഇന്റർഫേസ് ബിറ്റ്വീൻ ഫിലാന്ത്രോഫി ആൻഡ് ബിസിനസ് അപ്രോച്ച്, രണ്ടും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. അതായത് ഫിലാന്ത്രോഫി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനെ ഒരു നേച്ചർ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, പൈസയായിട്ട് അവരുടെ വെൽഫെയറിന് വേണ്ടി കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അതാണ് ഫിലാന്ത്രോഫി. അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അതും അതുപോലെ ബിസിനസ് അപ്രോച്ചും തമ്മിലുള്ള ഒരു ഇന്റർഫേസ്, ഇപ്പോഴത്തെ പ്രസന്റ് ഇന്റർഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ് 4 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റാർട്ട് ഫ്രം 1980 തുടങ്ങിയിട്ട് ഇപ്പോൾ പ്രസന്റ് ഡേ വരയ്ക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഫേസ് ആണ്. ഈ ഒരു ഫേസിൽ ഡ്യൂറിങ് ദി ഫേസ് ദ കമ്പനി സ്റ്റാർട്ടഡ് വ്യൂയിങ് CSR ആസ് എ സസ്റ്റൈനബിൾ ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റാർട്ടഡ് അഡോപ്റ്റിംഗ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. അപ്പോൾ ബിസിനസ് സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം എന്താണ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ചും വേണം. അതിലൂടെ CSR കൊണ്ടുവരണം. സ്റ്റേക്ക് ഹോൾഡർ ആരാണെന്ന് അറിയാലോ, നമ്മൾ പറഞ്ഞതാണ്. ബിസിനസ്സിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും കൺസിഡർ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു CSRലേക്ക് മാറുകയാണ്. വിത്ത് ദി ലിബറലൈസേഷൻ ഓഫ് എക്കണോമി 90'ന് ശേഷം എന്ത് വന്നു? ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന പുതിയ കുറേ ടേമുകളൊക്കെ വന്നു. അങ്ങനെ ബിസിനസ് എക്സ്പാൻഡ് ടു ഓൾ ഓവർ ദി വേൾഡ്. ബിസിനസ് എന്ത് ചെയ്തു? ഇന്ത്യ ബിക്കം ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ഗ്ലോബൽ മാർക്കറ്റ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടന്നു ഇന്ത്യ.
അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ തുടങ്ങി. നമ്മളുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? അബോളിഷൻ ഓഫ് ലൈസൻസ് സിസ്റ്റം, കുറേ ലൈസൻസ് സിസ്റ്റം ഒക്കെ അബോളിഷ് ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ബൂം ഇന്ത്യ എക്കണോമിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രസന്റ് സ്റ്റേജിൽ എന്താണ്, നല്ല എക്കണോമിക്കലായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. 90s ശേഷം പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഗ്രോത്തിൽ എക്കണോമീനെ, അങ്ങനെയുള്ള ഗ്രോയിങ് എക്കണോമിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന്, രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? CSR ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ലേബേഴ്സിന്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് CSRന് അത്ര പ്രാധാന്യത്തോട് കണ്ടുകൊണ്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്, അത് പുതിയൊരു മോഡലിലുള്ള, ഇപ്പോഴത്തെ കറണ്ട് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന മോഡലിലുള്ള ഒരു CSR ആക്ടിവിറ്റിയായി ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിൾ ഗ്രോത്തിന് വേണ്ടി, സ്ഥായിയായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടി, ലോങ് ടേം ആയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി CSR കമ്പൾസറി അഡോപ്റ്റ് ചെയ്യണം. അതും പുതിയൊരു ലെവലിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ലെവലിലേക്ക് CSR മാറണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഈ 4th ഫേസിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രസൻറ്റ്, ഇപ്പോൾ കറണ്ട് ഫേസ് തന്നെയാണിത്. ഇത്രയൊക്കെയാണ് ഈ 4 ഫേസിലായിട്ട് പറയുന്നത്. അപ്പോൾ phase 1, phase 2, phase 3, phase 4 ഇങ്ങനെ 4 സ്വാതന്ത്ര്യത്തിന് മുന്നേ തുടങ്ങി, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് വരയ്ക്കും പോകുന്ന ഒരു 4 ഫേസിലൂടെ CSRൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഫേസസ് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ കുറച്ച് മോഡൽസ് ആണ്. ഇന്ത്യയിലെ ഏതൊക്കെ മോഡൽസ് സൊസൈറ്റി CSR ഏതൊക്കെ മോഡൽസിലാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽസ് ആണ് ഇനി പഠിക്കാനുള്ള. ഒരു 4 മോഡൽ പറയുന്നുണ്ട്. ഫസ്റ്റ് മോഡൽ നോക്കാം, എത്തിക്കൽ മോഡൽ. എന്താണ് ഫസ്റ്റ് മോഡൽ? എന്താണ് എത്തിക്കൽ മോഡൽ? ഈ എത്തിക്കൽ മോഡലിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗാന്ധിയൻ മോഡൽ. ട്രസ്റ്റിഷിപ്പ് പറഞ്ഞല്ലോ, ആ ഒരു മോഡലാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഗാന്ധിജി കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മോഡലിലുള്ള മോഡലാണ് ഈ ഒരു എത്തിക്കൽ മോഡൽ പറയുന്നത്. ഇതിൽ ഫിലോസഫി ഓഫ് ട്രസ്റ്റിഷിപ്പ് propounded by Gandhiji believes that rich should use their wealth for the welfare of the poor and the underprivileged ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട ആളുകൾക്ക്, റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ വെൽത്ത് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യയിൽ പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി സ്റ്റിൽ ഈസ് എ സ്ട്രക്ചറൽ പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിലെ മെയിൻ പ്രോബ്ലം ദാരിദ്ര്യവും അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റിയും ഒക്കെയാണ്. അസമത്വമൊക്കെ നമ്മളുടെ രാജ്യത്ത് നല്ലോണം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഇന്ത്യയിൽ ഈ പറയുന്ന ഇൻഇക്വാലിറ്റി ഒഴിവാക്കാനായി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റിഷിപ്പ്. അപ്പോൾ അങ്ങനെ പൈസ അല്ലെങ്കിൽ വെൽത്ത് റിച്ചിൽ നിന്നും പാവപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കണം, കൈമാറണം എന്നുള്ളത് ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരാശയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ സർപ്ലസ് വെൽത്ത് ഷുഡ് ബി കെപ്റ്റ് ഇൻട്രസ്റ്റ്, ബാലൻസ് ഉള്ള സർപ്ലസ് വെൽത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് എവിടെ സൂക്ഷിക്കണം? ട്രസ്റ്റുകളിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ട്രസ്റ്റുകൾ അതിനു വേണ്ടി ഫോം ചെയ്യുക, എന്നിട്ട് അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ട്രസ്റ്റുകളൊക്കെ ആവാം. ഏത് ട്രസ്റ്റ് ആണെങ്കിലും അത് ചാരിറ്റി പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ട്രസ്റ്റുകൾ ഈ പൈസ സർപ്ലസ് എമൗണ്ട് യൂസ് ചെയ്യണം. അങ്ങനെ ട്രസ്റ്റുകൾ ഗാന്ധിയൻ മോഡൽ പ്രൊവൈഡ് ഡയറക്ഷൻ ട്രാൻസ്ഫോമിങ് ദി സൊസൈറ്റി ഇൻ ടു ഇഗലിറ്റേറിയൻ സൊസൈറ്റി ആയിട്ട് സൊസൈറ്റീനെ ട്രാൻസ്ഫോം ചെയ്യണം. അൺഈക്വൽ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി ഈക്വൽ ആയിട്ടുള്ള ഒരു എല്ലാവരും ഒരേ മാതിരിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് സൊസൈറ്റീനെ തന്നെ മാറ്റണമെന്ന് ഗാന്ധിയൻ ആദർശങ്ങളെ വെച്ചുകൊണ്ട് ട്രസ്റ്റുകൾ ഫോം ചെയ്തുകൊണ്ടുള്ള ഒരു എത്തിക്കൽ മോഡൽ ഇന്ത്യയിലുണ്ട്. ഇതൊരു CSRൻ്റെ മോഡലാണ്. അങ്ങനെ കോർപ്പറേറ്റ് ഗവേണൻസ്, സോഷ്യൽ റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള കുറേ CSR ഫോമുകൾ, എത്തിക്കൽ മോഡലുള്ള CSR നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
ഇതാണ് ഫസ്റ്റ് മോഡലിനെ പറ്റിയിട്ട് ഇത്രയാണ്. ഗാന്ധിയൻ മോഡലാണ്, എത്തിക്കൽ മോഡലാണ്. നെക്സ്റ്റ് മോഡൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റ് മോഡൽ. എന്താണ് സ്റ്റാറ്റിസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ? ഈ മോഡൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ദിസ് മോഡൽ കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദി അഡോപ്ഷൻ ഓഫ് സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കണോമി ബൈ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഈ ഒരു മോഡൽ, രണ്ടാമത്തെ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിൻ്റെ മോഡലാണ് സ്റ്റാറ്റിസ്റ്റ് മോഡൽ. ഈ മോഡലിൽ സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കണോമീനെ അഡോപ്റ്റ് ചെയ്യാണ്. ഈ മോഡലിൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി വേർ ഗവേൺഡ് ബൈ സ്റ്റേറ്റ് ഓണർഷിപ്പ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ് ഓണർഷിപ്പിൽ അതുപോലെ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു CSR ആണ് ഈ ഒരു മോഡലിൽ, നെഹ്റു പറഞ്ഞിട്ടുള്ള മോഡലിലുള്ള CSR. ഇതിൽ ലേബർ ലോസ് കുറേ വന്നു, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള CSR, ഇങ്ങനെയുള്ള ബേസിക് എലമെൻറ്റുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്, പ്രിൻസിപ്പിൾസും ലോസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള മിക്സഡ് എക്കണോമിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പെർട്ടിക്കുലർലി ദോസ് റിലേറ്റഡ് ടു കമ്മ്യൂണിറ്റി ആൻഡ് വർക്കർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതുമായിട്ട് കമ്മ്യൂണിറ്റിയുമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ വർക്കർ റിലേഷൻഷിപ്പൊക്കെ ആയിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റ് മോഡലുള്ള CSR. അതാണ് സെക്കൻഡ് മോഡല്. ഇതിൽ ഉള്ള സെക്കൻഡ് മോഡൽ. അപ്പോൾ എത്തിസ്റ്റ് മോഡലായി, സ്റ്റാറ്റിസ്റ്റ് മോഡലായി. ഇനി തേർഡ് വൺ എന്താണ്? ലിബറൽ മോഡൽ. തേർഡ് മോഡൽ ഏതാണ്? ലിബറൽ മോഡൽ. ദിസ് മോഡൽ വാസ് പ്രൊപ്പോണ്ടഡ് ബൈ മിൽട്ടൺ ഫ്രൈഡ്മാൻ. According to Friedman, social responsibility taken up by the corporate distorts economic freedom of the shareholders, as they have no say in deciding how their money will be spent in these activities. ഇതിൽ മിൽട്ടൺ ഫ്രൈഡ്മാൻ പറയുന്ന ഒരു മോഡലിൽ, ലിബറൽ മോഡലിൽ പറയുന്നത് ഷെയർ പൈസ എന്ത് ചെയ്യണം എന്ന് പറയാനുള്ള ഫ്രീഡം ഇല്ല, അവർക്കില്ല, അല്ലെങ്കിൽ അത് കണക്കിലെടുക്കുന്നില്ല. അവരുടെ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത്, ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ ബിസിനസ്സിൽ പൈസ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കുന്ന പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് അവരല്ല ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കോർപ്പറേറ്റ് എന്ത് ചെയ്യുന്നു? അതിനെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അവരുടെ പൈസ എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? CSR ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ തന്നെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എന്താണ്? കോർപ്പറേഷൻസ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇതിലൂടെയാണ് എന്ത് ചെയ്യണം? റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ എന്താണ് CSR ആക്ടിവിറ്റീസിന് വേണ്ടി അവർ യൂസ് ചെയ്യണം. അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ വൈദ്യ ലോ ആൻഡ് ഫോളോ എത്തിക്കൽ കസ്റ്റം, ഇത് നിയമത്തിന് എഗൻസ്റ്റ് ആയിട്ട് പോവുകയാണ് ചില കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഇതിൽ ഇനി ആർഗ്യുമെൻറ്റിൽ ഡയറക്ടേഴ്സ് ഓഫ് കോർപ്പറേഷൻ ഓർ അതർ എക്സിക്യൂട്ടീവ് ഷുഡ് നോട്ട് ടേക്ക് എ സോഷ്യലി റെസ്പോൺസിബിൾ പ്രോഗ്രാം ആസ് ദേ ഡു നോട്ട് ഹാവ് എനി ഇൻസെൻറ്റീവ് ഫോർ പ്രൊഡക്റ്റ് സ്പെൻഡിങ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് മണി. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ എടുത്തിട്ട് ഇങ്ങനെ ചിലവാക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ടോ? അങ്ങനെ അവരെന്തിനു വേണ്ടി ചിലവാക്കുന്നു? അങ്ങനെ ചിലവാക്കിയാൽ തന്നെ അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിൽട്ടൺ ഫ്രൈഡ്മാന് ലിബറൽ മോഡൽ, അതിനൊരു ലിബറൽ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന രീതിയിൽ തേർഡ് മോഡലിൽ പറയുന്നത്. ഇനി ഫോർത്ത് മോഡൽ നോക്കാം. ഫോർത്ത് മോഡൽ എന്താണ്? സ്റ്റേക്ക് ഹോൾഡർ മോഡൽ. ഈ സ്റ്റേക്ക് ഹോൾഡർ മോഡലിൽ ഇത് ആരാ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്? എഡ്വാർഡ് ഫ്രീമാൻ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റേക്ക് ഹോൾഡർ മോഡൽ ആരാണ് കൊണ്ടുവന്നത്? എഡ്വാർഡ് ഫ്രീമാൻ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡർ എന്നാൽ ഷെയർ ഹോൾഡർ ഇൻക്ലൂഡഡ്. ആരൊക്കെയുണ്ട്? ഷെയർ ഹോൾഡർ, എംപ്ലോയീസ്, കൺസ്യൂമർ, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ ഗവൺമെൻറ് ഏജൻസീസ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് പേര് ബിസിനസ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ സ്റ്റേക്ക് ഹോൾഡറിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും എന്ത് വേണം? അവരോടൊക്കെ ബിസിനസ്സിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. പൈസ ഇറക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇവർ ഓരോരുത്തരും ബിസിനസ്സിന് ആവശ്യമുള്ള ആളുകളാണ്. അങ്ങനെ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓരോരുത്തരോടും ബിസിനസ്സിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ്സിന് ലോങ് ടേം ആയിട്ട് സൊസൈറ്റിയിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം?
ഈ പറയുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്തിരിക്കണം, അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അവർക്ക് കൊടുക്കാനുള്ള ബെനിഫിറ്റ് കൊടുത്തിരിക്കണം. അതൊക്കെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡർ മോഡലിൽ പറയുന്നത്. ഇങ്ങനെ 4 മോഡലാണ് ഇന്ത്യയിൽ CSR. 4 ടൈപ്പ് മോഡൽ. ഇതാണ് എത്തിസ്റ്റ് മോഡൽ, സ്റ്റാറ്റിസ്റ്റ് മോഡൽ, ലിബറൽ മോഡൽ, സ്റ്റേക്ക് ഹോൾഡർ മോഡൽ. ഇങ്ങനെ 4 മോഡലാണ് ഇന്ത്യയിലെ CSR മോഡൽസ്. ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന, ഇന്ത്യയിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള 4 മോഡൽസ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലും, അതായത് എവല്യൂഷൻ ഓഫ് ലെജിസ്ലേഷൻ ഓൺ CSR, വളണ്ടറി പ്രാക്ടീസസ് ടു റെഗുലേറ്ററി മെക്കാനിസം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലും നമ്മൾ ഈ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് CSR ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വർഷങ്ങളും 90s ശേഷം വന്നിട്ടുള്ള CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയായിരുന്നു, വളണ്ടറി ഗൈഡ് ലൈൻസ് ഒക്കെ ആയിരുന്നു തുടക്കത്തിൽ. പിന്നെ മിനിസ്ട്രി ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്, വർക്കേഴ്സ് റൈറ്റ്, എത്തിക്കൽ ഫങ്ഷനിങ്, അതുപോലെ നാഷണൽ വളണ്ടറി ഗൈഡ് ലൈൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അതും ചേർത്തുകൊണ്ടുള്ള ഒരു CSR ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് മാറി. അതുപോലെ 2011 ഒക്കെ ആയപ്പോഴത്തേക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ഉള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണമെന്നുള്ള ഒരു CSR ലെവലിലേക്ക് വന്നു. ഗൈഡ് ലൈൻസൊക്കെ CSR ഗൈഡ് ലൈൻസ് മിനിസ്ട്രി ലെവലിൽ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2013 കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 135 ഇനാക്ട് ചെയ്തിട്ട് ഇതിൽ പറയുന്നുണ്ട് CSR ആക്ടിവിറ്റീസിന് വേണ്ടി ഇത്ര രൂപ ചിലവാക്കണം, അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഇത്ര % മാറ്റി വയ്ക്കണം എന്നുള്ളത് കമ്പനി നിയമം. കമ്പനീസായിട്ട് 2013 കമ്പനീസായിട്ട് പുതിയ മോഡിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അമെൻഡ് ചെയ്തിട്ടുള്ള വേർഷനിൽ 135 സെക്ഷനിൽ 135 പറയുന്നുണ്ട് എന്താണ് പ്രോഫിറ്റിൻ്റെ ഇത്ര %, 2% അല്ലെങ്കിൽ ഇത്ര % എന്തിനു വേണ്ടി മാറ്റി വയ്ക്കണം, ഈ CSR ആക്ടിവിറ്റീസിന് വേണ്ടി കമ്പൾസറി മാറ്റി വയ്ക്കണം എന്നുള്ളത് നിയമത്തിൽ തന്നെ, കമ്പനി നിയമത്തിൽ തന്നെ വ്യവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ആൾസോ ബീൻ ഇഷ്യൂയിങ് ഗൈഡ് ലൈൻസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് സമയാസമയങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2010 പറയുന്നുണ്ട് ട്രാൻസ്പെറൻസി, കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കി, കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആക്കി. ഈ പറയുന്ന CSR ആക്ടിവിറ്റീസൊക്കെ ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് കമ്മിറ്റി, അതുപോലെ റെമ്യൂണറേഷൻ കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് അങ്ങനെ കുറേ കമ്പനികളിലൊക്കെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ പ്രസൻറ്റ് ചെയ്യണം. അതിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എത്ര ലാഭം കിട്ടി, അതിൽ ലാഭത്തിൻ്റെ എത്ര % മാറ്റി വയ്ക്കണം, റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് CSRന് വേണ്ടിയിട്ട് എത്ര മാറ്റി വയ്ക്കണം എന്നുള്ളതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ അതിൽ കള്ളത്തരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ലാഭം കിട്ടിയതിൻ്റെയും ചിലവാക്കുന്നതിൻ്റെയും സർവീസ് ചെയ്യുന്നതിൻ്റെയും റെസ്പോൺസിബിലിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ചാരിറ്റീൻ്റെ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യണം. അത് ഓഡിറ്റിംഗ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചില കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് ഇത് നോക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നീതി ആയോഗിൽ വരെ ഇതിന് പ്രിഫറൻസ്, CSRന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. 5 ഇയർ പ്ലാൻസ് ഒക്കെ മാറ്റി നീതി ആയോഗ് വന്നിട്ടുണ്ട് പ്രസൻറ്റ്. ആ നീതി ആയോഗിൽ പുതിയ പ്ലാൻസിൽ നീതി ആയോഗിൽ വരെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ പറയുന്നുണ്ട്. CSR ആക്ടിവിറ്റീസിന് ഓരോ ബിസിനസ്സും ഫോളോ ചെയ്യേണ്ട CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് നാഷണൽ വളണ്ടറി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പറഞ്ഞ മുന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞ കാര്യമാണ്. നാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. സോഷ്യൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്സിൻ്റെ നാഷണൽ സോഷ്യൽ എക്കണോമിക് റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ്? ആ ഗൈഡ് ലൈൻസ് നോക്കുക. 9 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. 9 പ്രിൻസിപ്പിൾസ്, ബോക്സിലുള്ള 9 പ്രിൻസിപ്പിൾസ് നാഷണൽ വളണ്ടറി ഗൈഡ് ലൈൻസ് ആണ്. വായിക്കാം. എന്തൊക്കെയാണ് 9 പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ച് നോക്കാം. എന്താണ്? ബിസിനസ് ഷുഡ് കണ്ടക്ട് ആൻഡ് ഗവേൺ ദംസെൽസ് വിത്ത് എത്തിക്സ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ബിസിനസ് എന്ത് ചെയ്യണം? അവരുടെ ബിസിനസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം? എത്തിക്സ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോളോ ചെയ്തിരിക്കണം. ബിസിനസ്സിൽ എത്തിക്സ് ഫോളോ ചെയ്യണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളത്
കമ്പൾസറി ആണ്. അതൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഗൈഡ് ലൈൻ ഇതാണ്. സെക്കൻഡ് ഗൈഡ് ലൈൻ എന്താണെന്ന് നോക്കാം. ബിസിനസ് ഷുഡ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ സേഫ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിലിറ്റി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സൈക്കിൾ. അവരുടെ ലൈഫ് സൈക്കിൾ എത്ര നാൾ ബിസിനസ് ഉണ്ടോ അവരുടെ ലൈഫ് സൈക്കിൾ തുടക്കം തുടങ്ങി അവസാനം വരയ്ക്കും അവർ ഇങ്ങനത്തെ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള, സമൂഹത്തിന് സേഫ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് രണ്ടാമത്തെ ഗൈഡ് ലൈൻസ്. തേർഡ് ഗൈഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് ഷുഡ് പ്രൊമോട്ട് ദി വെൽബീയിങ് ഓഫ് ഓൾ ദി എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്തിരിക്കണം. എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യണം. ബിസിനസ് എംപ്ലോയീസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അതുകൊണ്ട് അവരുടെ ക്ഷേമത്തെ പ്രൊമോട്ട് ചെയ്തിരിക്കണം. ഫോർത്ത് ഗൈഡ് ലൈൻസ് എന്താണ്? ബിസിനസ് ഷുഡ് റെസ്പെക്ട് ദി interest of and the responsive towards all stakeholders, especially those who are disadvantaged, vulnerable and marginalized. ബിസിനസ് എന്ത് ചെയ്യണം? റെസ്പെക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ താല്പര്യത്തെ റെസ്പെക്ട് ചെയ്യണം, മാനിക്കണം എന്നുള്ളതാണ് നാലാമത്തെ ഗൈഡ് ലൈൻസ്. അഞ്ചാമത്തെ ഗൈഡ് ലൈൻസ് നോക്കുക. ബിസിനസ് ഷുഡ് റെസ്പെക്ട് ആൻഡ് പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്. ഹ്യൂമൻ റൈറ്റിനെ റെസ്പെക്ട് ചെയ്യണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. മനുഷ്യ അവകാശങ്ങളുണ്ട്, ഹ്യൂമൻ റൈറ്റ് ഉണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ റൈറ്റുകളുണ്ട്, അവകാശങ്ങളുണ്ട്. അങ്ങനെയുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. നമ്മളുടെ ഭരണഘടനാ പ്രകാരമുള്ള അവകാശങ്ങളുണ്ട് നമുക്ക്. അങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റിനെയൊക്കെ ബിസിനസ് എന്ത് ചെയ്യണം? റെസ്പെക്ട് ആൻഡ് പ്രൊമോട്ട് ചെയ്യണം. സിക്സ്ത് ഗൈഡ് ലൈൻസ് എന്താണ്? ബിസിനസ് ഷുഡ് റെസ്പെക്ട്, പ്രൊട്ടക്ട് ആൻഡ് മേക്ക് എഫേർട്സ് ടു റിസ്റ്റോർ ദി എൻവയോൺമെൻറ്റ്. ബിസിനസ് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ആൻഡ് മേക്ക് എഫേർട്ട് ടു റിസ്റ്റോർ ദി എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ബിസിനസ്സിന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ, അവരും എൻവയോൺമെൻറ്റും ബിസിനസ്സിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പൊല്യൂഷൻ ഉണ്ടാകാതെ, പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത ഗുഡ്സ് വേണം പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കരുത്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് സിക്സ്ത് ഗൈഡ് ലൈൻസ്. സെവൻത്ത് ഗൈഡ് ലൈൻസ് എന്താണ്? ഇൻഫ്ലുവൻസിങ് പബ്ലിക്. പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എൻഗേജ്ഡ് ഇൻ ഇൻഫ്ലുവൻസിങ് പബ്ലിക് ആൻഡ് റെഗുലേറ്ററി പോളിസി ഷുഡ് ഡു സോ ഇൻ എ റെസ്പോൺസിബിൾ മാനർ. പബ്ലിക്കിനെ കൺസിഡർ ചെയ്തിരിക്കണം, അവരെ റെസ്പെക്ട് ചെയ്തിരിക്കണം. പബ്ലിക് ഇല്ലെങ്കിൽ പബ്ലിക്കും സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യം, കമ്മ്യൂണിറ്റി സൊസൈറ്റിക്ക് ബിസിനസ്സിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവരെയും സംരക്ഷിക്കണം, അവരെ കൺസിഡർ ചെയ്തിരിക്കണം. എട്ടാമത്തെ ഗൈഡ് ലൈൻസ് എന്താണ്? ബിസിനസ് ഷുഡ് സപ്പോർട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ്. ബിസിനസ്സിന് എപ്പോഴും ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ പാടുള്ളൂ. ന്യായമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് നയൻത്ത് ഗൈഡ് ലൈൻസ് പറയുന്നത് എന്താണ്? ബിസിനസ് ഷുഡ് എൻഗേജ് വിത്ത് ആൻഡ് പ്രൊവൈഡ് വാല്യൂ ടു ദെയർ കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. അത് റെസ്പോൺസിബിൾ മാനറിൽ എന്താണ്? ക്വാളിറ്റി ഗുഡ്സ് റീസണബിൾ പ്രൈസിൽ കൊടുത്ത് അവർക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാം. എങ്കിൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇത്രയും ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ കറണ്ട് ലെവലിലുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബിസിനസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് ആയിട്ട് 2013 ആൻഡ് CSR ആണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. കുറേ സെക്ഷനും റൂളുകളും ഒക്കെ പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിക്കാം. എന്തൊക്കെയാണ്? 2013 കമ്പനീസ് ആക്ടിൽ കുറേ സെക്ഷനും റൂളുകളും ഒക്കെ ആയിട്ട് പറയുന്നതിൽ എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 135 പറയുന്നത് എന്താണ്? 1000 crore മുകളിലോ അല്ലെങ്കിൽ 500 crore മുകളിലൊക്കെ വിറ്റുവരവുള്ള നെറ്റ്വർത്തുള്ള അല്ലെ ടേൺ ഓവറുള്ള കമ്പനികൾ എന്ത് ചെയ്തിരിക്കണം? അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് കമ്പൾസറി ആയിട്ടും അവരെന്ത് ചെയ്തിരിക്കണം? CSR ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കണം. അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവരുടെ തീരുമാനം എടുക്കണം. എന്ത് ലാഭത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ CSR കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉള്ള CSR കമ്മിറ്റികൾ ഫോം ചെയ്ത് ഈ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇവർക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ ഈ കമ്മിറ്റികൾ റെഡി ആയിരിക്കണം. CSR കമ്മിറ്റി റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ ഇവരെന്തൊക്കെയാണ് CSR കമ്മിറ്റി ഫോം ചെയ്യണം. ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു CSR കമ്മിറ്റി തന്നെ വേണം. ഈ കമ്മിറ്റീൻ്റെ പണി എന്താണ്? ഫോർമുലേറ്റ് പോളിസി, നയങ്ങൾ ഉണ്ടാക്കണം. CSRൻ്റെ ഭാഗമായിട്ടുള്ള പോളിസികൾ ഫോം ചെയ്യണം. അടുത്തൊരു കാര്യം, റെക്കമെൻഡ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, എത്ര എമൗണ്ട് CSR ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കേണ്ട തുക എത്രയാണെന്ന് ഈ ഒരു പറയുന്ന കമ്മിറ്റി വേണം റെക്കമെൻഡ് ചെയ്യാൻ. ഇത്ര രൂപ ലാഭത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഇതിന് എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റി വെക്കണം. CSR എക്സ്പെൻഡിച്ചർ കേട്ടോ, CSR എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഈ കമ്മിറ്റി തീരുമാനിക്കണം. അടുത്തൊരു കാര്യം എന്താണ്? മോണിറ്റർ, ടൈം ടു ടൈം ഈ പറയുന്ന CSR ആക്ടിവിറ്റി എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. ഓരോ സമയങ്ങളിൽ ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല അതിന്. അപ്പോൾ CSR ആക്ടിവിറ്റി നടക്കുന്നില്ലേ, എത്രമാത്രം തുക ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്, ഈ പറയുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നില്ലേ, അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി എത്ര തുക മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഓരോന്നും നടക്കുന്നില്ലേ, ശരിയാകുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കമ്മിറ്റി നോക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ ബോർഡ് എന്ത് ചെയ്യണം? എവരി കമ്പനി ഷാൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഇതിലൊരു ശ്രദ്ധ വേണം. അവർ ചെയ്യുന്നത് എന്താണ്? ഡിസ്ക്ലോസ് കണ്ടന്റ് ഓഫ് സച്ച് പോളിസി ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി കമ്പനീസ് വെബ്സൈറ്റ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇവരുടെ വെബ്സൈറ്റിൽ, കമ്പനീൻ്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം? ഇത് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. എത്രമാത്രം CSR ആക്ടിവിറ്റി ചെയ്തു എന്നുള്ളത് ഇവരെന്ത് ചെയ്യണം? കമ്പനീൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അടുത്തൊരു കാര്യം, ഇവർ എൻഷുർ ആക്ടിവിറ്റീസ്, ബോർഡുകാരും എന്ത് ശ്രദ്ധിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ശ്രദ്ധിക്കണം? ഈ CSR ആക്ടിവിറ്റി നടക്കുന്നില്ലേ, അവർ അത് ഉറപ്പുവരുത്തണം. അടുത്തൊരു കാര്യം, 7th പോയിന്റ്, ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇട്ട് പഠിക്കുക. അപ്പോൾ കമ്മിറ്റിക്കാരും അതുപോലെ ബോർഡ് ഇവർ ഓരോരുത്തരും ചെയ്യുന്ന CSR ആക്ടിവിറ്റീസിന് ചെയ്യുന്ന ഓരോ പോയിന്റ്സിന് നമ്പർ ഇട്ട് അത് പഠിക്കുക. 6th പോയിന്റിൽ എന്താണ്? ബോർഡ് എൻഷുർ ചെയ്യണം, എൻഷുർ ആക്ടിവിറ്റീസ് CSR ആക്ടിവിറ്റീസ് നടക്കുന്നില്ലേ എന്നുള്ളത് ബോർഡും ഉറപ്പുവരുത്തണം. 7th പോയിന്റിൽ അതിൽ 2% ഓഫ് ദി ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ എന്താണ്? അവരുടെ റിപ്പോർട്ട് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ റിപ്പോർട്ട് നോക്കി എന്ത് ചെയ്യുക? അതിൻ്റെ 2% ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു 2% എങ്കിലും CSR ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കുന്നില്ലേ നോക്കാം. 8th പോയിന്റ് എന്താണ്? ഫെയിൽ ടു സ്പെൻഡ് ദി എമൗണ്ട് ബോർഡ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ഷാൾ സ്പെസിഫൈ ദി റീസൺ. അങ്ങനെ അവർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, ഈ CSR ആക്ടിവിറ്റീസിന് ചെയ്യാതെ അവരതിന് പൈസ ചിലവാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ, സ്പെസിഫൈ ദി റീസൺ, ആ റിപ്പോർട്ട് സ്പെസിഫൈ ചെയ്ത് പറയണം. എന്തുകൊണ്ട് ഫെയിലായി, എന്തുകൊണ്ട് CSR ആക്ടിവിറ്റി ചെയ്തില്ല എന്നുള്ളതിൻ്റെ റീസൺ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം. ഇനി കുറച്ച് റൂൾസ്, അമെൻമെൻറ്റ് റൂൾസ് 2021 കമ്പനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അമെൻമെൻറ്റ് റൂൾസ് ആണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് പറയുന്നത്. അതിൽ കുറേ റൂളുകൾ പറയുന്നുണ്ട്. ആ റൂളുകളെല്ലാം വായിക്കുക. അമെൻമെൻറ്റ് ടു റൂൾ 2. റൂൾ 2 എന്താ പറയുന്നത്? കുറേ ഈ നിയമത്തിന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. കമ്പനി അമെൻമെൻറ്റിൽ കുറേയധികം ഭേദഗതികൾ വന്നിട്ടുണ്ട്, കുറേ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ CSRന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓരോ റൂളും എടുത്ത് പറയുന്നുണ്ട്. ഏതൊക്കെ റൂളാണെന്ന് പ്രത്യേകം പഠിക്കുക. റൂൾ 2 എന്താ പറയുന്നത്? കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻ റൂൾ 2 പറയുന്നത് എന്താണ്? ഡെഫിനിഷൻ. അപ്പോൾ ഡെഫിനിഷൻ്റെ ഭാഗമായിട്ടും അതിൽ CSR ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. CSRൽ പ്രത്യേകമായിട്ടും CSR ആക്ടിവിറ്റി എങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. റൂൾ 2 ഡെഫിനിഷനായിട്ട് എടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് അമെൻമെൻറ്റ് ടു റൂൾ 5 വരുന്നത് എന്താണ്? CSR കമ്മിറ്റി. CSRൻ്റെ കമ്മിറ്റി എങ്ങനെയായിരിക്കണം? CSR കമ്മിറ്റികൾ നേരത്തെ നമ്മൾ പറഞ്ഞു, കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്ങനെ വേണം, അവരുടെ ഫങ്ഷൻ എന്തായിരിക്കണം, അവർ CSR ആക്ടിവിറ്റി എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്ലാൻസ് എടുക്കണം, അതുപോലെ അവർ ചെയ്യേണ്ട വർക്കിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതാണ് റൂൾ 5. നെക്സ്റ്റ് എന്താ പറയുന്നത്? റൂൾ 7 ആണ്. റൂൾ 7 എന്താണ്? CSR എക്സ്പെൻഡിച്ചർ. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഓരോ റൂളുകൾ എടുത്ത് പഠിക്കുക. റൂളുകളിൽ സ്പെഷ്യലായിട്ട് റൂളിൽ എടുത്ത് പറയുന്നുണ്ട് CSR എക്സ്പെൻഡിച്ചർ എത്രമാത്രം, എന്തൊക്കെ കാര്യങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ, എത്ര എമൗണ്ട്, ഓരോന്നിനും എത്ര
ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും വേണ്ടി, ഓരോ പ്രൊജക്റ്റിനും വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ എക്സ്പെൻഡിച്ചർ, ചിലവുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ അവർ തീരുമാനിക്കുന്നത്. റൂൾ 7 എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് CSRൻ്റെ എക്സ്പെൻഡിച്ചർ ബോർഡ് കൺസിഡർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് എടുത്ത് പറയുന്നത് റൂൾ 7 CSR എക്സ്പെൻഡിച്ചർ. ഇനി റൂൾ 8 പറയുന്നുണ്ട്. റൂൾ 8 CSR റിപ്പോർട്ടിംഗ് ടു ഇൻക്ലൂഡ് ഇമ്പാക്ട് അസസ്മെൻറ്റ്. CSR റിപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ ഇമ്പാക്ട് അസസ്മെൻറ്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ അസസ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ 8 പറയുന്നത്. അതുപോലെ റൂൾ 9 ഉണ്ട്. അമെൻമെൻറ്റ് റൂൾ 9 ഡിസ്പ്ലേ ഓഫ് CSR ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്സ് വെബ്സൈറ്റ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ്, അതിൽ റൂൾ എടുത്ത് പറയുന്നുണ്ടെന്ന് മാത്രം. വെബ്സൈറ്റിൽ, കമ്പനീൻ്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം, പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം എത്ര രൂപ അവർക്ക് കിട്ടി, എത്ര രൂപ ചിലവാക്കി, CSR ആക്ടിവിറ്റീന് എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതുപോലെ അമെൻമെൻറ്റ് റൂൾ 10 ട്രാൻസ്ഫർ ഓഫ് അൺസ്പെൻഡ് CSR എമൗണ്ട്, എത്ര രൂപ അൺസ്പെൻഡ് ആയിട്ട് CSRന് വേണ്ടി മാറ്റിവെച്ചതിൽ എത്ര രൂപ ചിലവാക്കി, എത്ര രൂപ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ട്, അത് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് റൂൾ 10 അമെൻമെൻറ്റിൽ പറയുന്നത്. ഓരോ റൂളും വായിക്കുക. റൂൾ 8 CSR റിപ്പോർട്ടിംഗ് ടു ഇൻക്ലൂഡ് ഇമ്പാക്ട് അസസ്മെൻറ്റ് പറഞ്ഞു. റൂൾ 9 ഡിസ്പ്ലേ ഓഫ് CSR ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്സ് വെബ്സൈറ്റ് പറഞ്ഞു. റൂൾ 10 ട്രാൻസ്ഫർ ഓഫ് അൺസ്പെൻഡ് CSR എമൗണ്ട്. ഇത്രയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് CSR ആക്ടിവിറ്റീസിൽ വരേണ്ടത്. എറാഡിക്കേഷൻ ഓഫ് ഹങ്കർ ആൻഡ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ ഹങ്കർ ആൻഡ് പോവർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു CSR ആക്ടിവിറ്റീസ് മെയിനായിട്ട് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ കൊടുക്കണം. എഡ്യൂക്കേഷന് വേണ്ടി കുറച്ച് CSR ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം കമ്പൾസറിലി. പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവറിങ് വുമൺ, ജെൻഡർ ഇക്വാലിറ്റിക്ക് എംപവറിങ് വുമണ് വേണ്ടിയിട്ടും CSR ആക്ടിവിറ്റീസ് നടത്തിയിരിക്കണം. റെഡ്യൂസിങ് ചൈൽഡ് മോർട്ടാലിറ്റി ആൻഡ് ഇംപ്രൂവിങ് മെറ്റേണൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. കുട്ടികൾക്കും ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ 5th എന്താ പറയുന്നത്, കമ്പൈനിങ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. ഓരോ അസുഖങ്ങൾക്ക് വൈറസ് ഇങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ, വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ എറാഡിക്കേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് പരമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. അടുത്തൊരു കാര്യം എൻഷുറിങ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുക. 7th എംപ്ലോയ്മെൻറ്റ് എൻഹാൻസിങ് വൊക്കേഷണൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്ത് കൂട്ടിക്കൊണ്ട് അതിന് എംപ്ലോയ്മെൻറ്റ് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോഷ്യൽ ബിസിനസ് പ്രോജക്റ്റുകൾ, അതുപോലെ പ്രൈം മിനിസ്റ്റർ സ്കീമുകൾ, റിലീഫ് സ്കീമുകൾ, കുറേ സ്കീമുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും തൊഴിൽ ഇല്ലാത്ത ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ഭാഗമായി CSR ആക്ടിവിറ്റീസ് ചെയ്യുക. അതുപോലെ തന്നെ അതർ മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും CSR ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് കറണ്ട് ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് CSR ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ട്രെൻഡുകൾ എങ്ങനെയാണ്, ഇപ്പോൾ എമർജിങ് ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എമർജിങ് ട്രെൻഡുകൾ: NGO will adapt and get better at working with new type of funders, cooperators. പുതിയ ടൈപ്പ് സ്കീമുകൾ NGO സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് ആൻ ഇൻക്രീസിങ് ട്രെൻഡ് ഓഫ് MNC. അതുപോലെ തന്നെ പാർട്ട്ണറിങ് വിത്ത് NGOമായി അതോടുകൂടി MNC പോലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, സസ്റ്റൈനബിലിറ്റി, അതുപോലെ ഹെൽത്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, NGO പോലുള്ള MNC പോലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിൽ ആദ്യം പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ്
എന്താണ് കോർപ്പറേറ്റ് വിൽ സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് CSR ആസ് അനദർ പില്ലർ ഓഫ് ദെയർ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഫിലാന്ത്രോഫിക്ക് പകരമായിട്ട് എന്ത് കാണണം, കോർപ്പറേറ്റുകൾ വിൽ സ്റ്റാർട്ട് തിങ്കിങ് CSR അനദർ പില്ലറാണ്, അവരുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജീൻ്റെ അനദർ പില്ലറായിട്ട്, ഫിലാന്ത്രോഫി ആയിട്ട് കണക്കാക്കേണ്ട അനദർ പില്ലറായിട്ട് കണക്കാക്കണം, സ്ട്രാറ്റജീൻ്റെ ഭാഗമായിട്ട് CSRനെ കൂടി കണക്കിലെടുക്കണം എന്നുള്ളതാണ് അടുത്തൊരു ട്രെൻഡ്, സെക്കൻഡ് ട്രെൻഡായിട്ട് പറയുന്നത്. തേർഡ് ട്രെൻഡ് എന്താ പറയുന്നത്, മോർ കമ്പനീസ് വിൽ കംപ്ലേ ആൻഡ് എൻഗേജ് ഇൻ ലോങ് ടേം പാർട്ണർഷിപ്പ് വിത്ത് NGO. ഒരുപാട് കമ്പനികൾ ലോങ് ടേം ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഇൻ എ വെറൈറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് സെക്ടേഴ്സ് ലൈക്ക് എൻവയോൺമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജെൻഡർ ഇഷ്യൂ, അങ്ങനെയൊക്കെ ഒരുപാട് ലോങ് ടേം ആയിട്ടുള്ള പാർട്ണർഷിപ്പോടുകൂടി ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ് അടുത്തൊരു ട്രെൻഡ്. തേർഡ് ട്രെൻഡ് പറയുന്നത്. ഫോർത്ത് ട്രെൻഡിൽ പറയുന്നത് ഫോർ പ്രോഫിറ്റ് സോഷ്യൽ വെഞ്ചേഴ്സ് വിൽ എമർജ് ആസ് എ മേജർ ഫോഴ്സ് ഓഫ് സോഷ്യൽ ഗുഡ്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫോർ പ്രോഫിറ്റ് സോഷ്യൽ വെഞ്ചേഴ്സ് എമർജ് ആയിട്ടുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള കുറേ സംരംഭങ്ങൾ, പുതിയ ടൈപ്പ് കുറേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, സോഷ്യൽ ഗുഡിന് വേണ്ടിയിട്ടുള്ള കുറേ വുമൺ എൻ്റർപ്രനേഴ്സ്, മാനുഫാക്ചറിങ്, കുറേ സെമി റൂറൽ അർബൻ ഏരിയാസിലൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്. സമൂഹ നന്മയെ കരുതിയിട്ടുള്ള പുതിയ ട്രെൻഡ്, അതൊരു ട്രെൻഡാണ്. ഫോർത്ത് ട്രെൻഡിൽ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ വരുന്നത് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ വിൽ പ്ലേ എ മേജർ റോൾ ഇൻ അഡ്രസ്സിങ് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഇൻ ദി സോഷ്യൽ സെക്ടർ ആൻഡ് ബിൽഡിംഗ് NGO ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ്. അത് സോഷ്യൽ സെക്ടറിന്, അതുപോലെ തന്നെ ഈ ടെക്നോളജി പ്രൂവൺ യൂസ്ഫുൾ ടു ബോത്ത് സോഷ്യൽ സെക്ടർ ആസ് വെൽ ആസ് കോർപ്പറേറ്റ്. അപ്പോൾ സോഷ്യൽ സെക്ടറിനും കോർപ്പറേറ്റുകൾക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു CSR ആക്ടിവിറ്റീസ്, അങ്ങനെ അതും ഒരു ഇന്നൊവേഷൻസും ടെക്നോളജിയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള CSR ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെ 5 ട്രെൻഡുകളാണ് ഇപ്പോൾ പ്രസൻറ്റ് CSR ആക്ടിവിറ്റീസിൽ ഉള്ളത്. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക്കിൽ CSR ഇനീഷ്യേറ്റീവ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് പറയുന്നുണ്ട്. CSR ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ്, CSR ഇനീഷ്യേറ്റീവായി എടുത്തിട്ടുള്ള ഇന്ത്യൻ കമ്പനീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ. അതാണ് ലാസ്റ്റ് ടോപ്പിക്ക്. ഏതൊക്കെ കമ്പനികൾ എടുത്തിട്ടുണ്ട്, CSR ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് ഏതൊക്കെ കമ്പനികളാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്, ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡ്. ടാറ്റ കെമിക്കൽ ലിമിറ്റഡ് അവരും CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് എന്താണ് ഗുജറാത്ത് ഇവിടെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്താണ് ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡ് 1980 ഡെവലപ്പായി വന്നിട്ടുള്ള ടാറ്റ കെമിക്കൽ CSR ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് കമ്പനി ഏതാണ്, ഇൻഫോസിസ് ലിമിറ്റഡ്. ഇന്ത്യൻ കമ്പനി, മെയിനായിട്ടുള്ള കമ്പനികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ടാറ്റ കമ്പനിയും അതുപോലെ ഇൻഫോസിസ് ലിമിറ്റഡ്. ഇൻഫോസിസ് 1996 വന്നിട്ടുള്ള ഇൻഫോസിസ് എന്ത് ചെയ്തിട്ടുണ്ട്, CSR ആക്ടിവിറ്റി തമിഴ്നാട്, കർണാടക, കേരളയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലുള്ള ഇൻഫോസിസും CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, മഹീന്ദ്ര ലിമിറ്റഡ് ഒക്കെ ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികളാണ്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, CSR ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ട്. വേദാന്ത ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, ഇതൊക്കെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളാണ്, വലിയ വലിയ സ്ഥാപനങ്ങളാണ്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, CSR ആക്ടിവിറ്റീസ് അവരുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായി കമ്പൽസറി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ, 9th ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.